ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന 3ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ് മാപ്പും ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതായി ശ്രീ മോദി പറഞ്ഞു. हमारे मैरीटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലെത്തും. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശന വേളയിൽ 2028-29 വർഷത്തേക്കുള്ള UN സുരക്ഷാ കൌൺസിൽ തിരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന 3ാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആൻഡ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCCകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് UN രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. UN സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും P. ഹരീഷ് കൂട്ടിച്ചേർത്തു. Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.
കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ AP അനിൽകുമാർ, T സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസുറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കേരളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങൾ, അന്തസ്സ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണ്ണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USA ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഓസ്മാൻ ഡെംബെലയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ-ഇംഗ്ലണ്ട് 4ാം T20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവസൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൗതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.